ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഗ്രഹങ്ങൾ. ഓരോ ഗ്രഹങ്ങളും രാശി മാറുമ്പോൾ അത് എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നല്ല ഉയർച്ചയുണ്ടാകും. കടങ്ങളൊക്കെ മാറി കുബേരനെ പോലെ ജീവിക്കാനുള്ള യോഗം കൂടി തെളിയുന്നതാണ് ഇത് ഏപ്രിൽ മാസം. വിവിധ രാശികളിലെ വ്യക്തികൾ അവർ മനസ്സിൽ പോലും കരുതാത്ത വിധത്തിലുള്ള ഭാഗ്യം ഉദിക്കാൻ പോവുകയാണ്. ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ഒക്കെയും നേടാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ വീഴ്ചകളിൽ നിന്ന് അല്ലെങ്കിൽ താഴ്ചകളിൽ നിന്ന് ഉയർച്ചയിലേക്ക് കുതിക്കാനുള്ള ഭാഗ്യമൊക്കെയും ഈ 4 രാശികളിൽ ജനിച്ചവർക്ക് ഉണ്ടാകുന്ന മാസമാണിത് ഏപ്രിൽ മാസം. ഈ രാശിക്കാർ അവരുടെ ഭാഗ്യത്തിന്റെ ഗണ്യമായ വർധനവ് അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ ഏപ്രിൽ മാസം മുതൽ. മാർച്ച് അവസാനത്തോടെ നടന്ന സുപ്രധാന ജ്യോതിഷ മാറ്റങ്ങൾ ഭാഗ്യവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായി പ്രകടമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസം ജീവിതം മാറുന്ന, തലവര തെളിയുന്ന, ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്ന, പണത്തിൽ നീന്താൻ, അതായത് പണത്തിൽ മുങ്ങിക്കുളിക്കാനുള്ള ഭാഗ്യം, കടങ്ങളിലായിരുന്നല്ലോ ഇതുവരെ മുങ്ങിക്കുളിച്ചിരുന്നത്, അതിൽ നിന്ന് മാറി ഭാഗ്യത്തിൽ നീരാടാനുള്ള, ഭാഗ്യത്തിൽ കഴിയാനുള്ള ആ ഒരു യോഗം ഏതൊക്കെ രാശിക്കാരിലാണ് തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആ രാശിയിലേക്ക് കടക്കാം. ആദ്യത്തെ രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്നത് മകീരം, തിരുവാതിര, പുണർ നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം സുപ്രധാന നേട്ടങ്ങളുടെ ഒരു സമയമാണ്. നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം, തൊഴിലിൽ നേട്ടം, അവസരങ്ങൾ, ഉയർച്ച, പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുക, പുതിയ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ സാധിക്കുക, പുതിയ പല മാർഗങ്ങളിലൂടെ ധനാഗമനം ഉണ്ടാകുക, ജീവിതത്തിൽ കടങ്ങൾ വളരെ കുറഞ്ഞ ഒരു സമയമായിരിക്കും ഏപ്രിൽ മാസം. പണം ഭാവിയിലേക്ക് സ്വരുക്കൂട്ടാനും ഈ ഒരു അവസരം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ വലിയ ലാഭം, വലിയ തുകയൊക്കെ കയ്യിലേക്ക് എത്തിച്ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് മാറാൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ചേർന്ന സമയമാണ്. മറ്റൊരു ജോലിയിലേക്കൊക്കെ മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ല സമയമാണ്. കാരണം കുബേരന്റെ അനുഗ്രഹം കൂടിയുള്ളതിനാൽ ഏത് മേഖലയും നിങ്ങൾക്ക് ശോഭിക്കും. എടുത്തുചാട്ടം അല്പം കുറയ്ക്കുക. വളരെ ആലോചിച്ച ശേഷം മാത്രം ഏതു കാര്യങ്ങൾക്കും ഇറങ്ങേണ്ടതാണ്. വളർച്ചയുടെയും വികാസത്തിന്റെയും കാലഘട്ടമായതിനാൽ തന്നെ അർത്ഥവത്തായ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. വ്യക്തിബന്ധങ്ങളുടെയൊക്കെ രൂപീകരണം ഈ ഒരു സമയമുണ്ടാകും. മാനസികമായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ പിരിമുറുക്കത്തിലാക്കിയ പല കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും. വളരെ കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ആ മാറ്റം കൂടി ഈ ഏപ്രിൽ മാസം ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ നക്ഷത്രക്കാർ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് ഏപ്രിൽ മാസം. ഒരു പ്രതീക്ഷ ഉളവാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നതാണ്. കന്നിരാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളർച്ച, നേട്ടങ്ങൾ ഒക്കെയും പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നയിക്കുന്ന സമയമാണ്. പുതിയ കരാറുകളും ഇടപാടുകളും ഒക്കെ ലാഭം കൊണ്ടുതരുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കരാറുകളിൽ ഒപ്പുവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഉയർന്ന സ്ഥാനങ്ങളിലുള്ള വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാനൊക്കെയുള്ള അവസരങ്ങൾ ഒക്കെ വന്നു ചേരും. ഈ സംഭവ വികാസങ്ങൾ കഠിനാധ്വാനത്തിന്റെ തെളിവായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. ദീർഘകാല ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിന് വഴിയൊരുക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം. അവിവാഹിതരായ ആളുകൾക്ക് നല്ല ആലോചനകളൊക്കെ വന്നു ചേരും. ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും കരുതിയിരിക്കുക. അതായത് ശത്രുക്കളുടെ അല്പം ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് മാത്രം ചെയ്യുക. പലരും നിങ്ങളെ സാമ്പത്തിക നഷ്ടത്തിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കും. അതൊക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാൻ. പലരും നിങ്ങളെ
പല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. അപ്പോൾ നമ്മളെ കൊണ്ട് അതൊക്കെ സാധ്യമാകുമോ എന്ന് സ്വയം ഒരു അവലോകനം നടത്തേണ്ട സമയം കൂടിയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് ചെയ്യുക. ശത്രുക്കളുള്ള കാര്യം കൂടി എപ്പോഴും മനസ്സിൽ കരുതി വേണം മുന്നോട്ട് പോകുവാനായിട്ട്. കാരണം ശത്രുക്കളുടെ ശല്യം അല്ലെങ്കിൽ അവരുടെ വിജയത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നൊരു അവസ്ഥയിലോട്ടൊക്കെ മാറാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാറാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെയേറെ കരുതൽ അത്യാവശ്യമാണെന്ന്. അനുകൂല സമയമായതിനാൽ ശത്രുക്കളുടെ ചില തുരത്തലുകൾ, അതായത് നിങ്ങൾ അവർക്കൊരു കോമ്പറ്റീറ്റർ ആകുന്നു എന്നൊരു തോന്നൽ അവരിലേക്ക് വരികയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം അല്ലെങ്കിൽ നിങ്ങളെ കുഴിയിൽ ചാടിക്കണം എന്ന ചിന്ത അവരിലേക്ക് ഉളവാവുകയും ചെയ്യും, അല്ലെങ്കിൽ അവരിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആരെയും കൂട്ടുപിടിക്കാതെ സ്വന്തം കാലിൽ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ല സമയമാണ്. മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിയിൽ വരുന്ന ആളുകൾക്ക് ഏപ്രിൽ മാസം ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാനുള്ള മനസ്സുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ട്. എല്ലാം കൊണ്ടും തെളിഞ്ഞ സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം. മൂലം, പൂരാട, ഉത്രാടം നക്ഷത്രക്കാർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അതാണ് നിങ്ങളുടെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമിക്കണം. അഭിവൃദ്ധി, ഒരു സംതൃപ്തി ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ വരുമാന മാർഗങ്ങൾ, പുതിയ വഴികളൊക്കെ തെളിഞ്ഞു വരും. ഇത് മൊത്തത്തിലുള്ള സന്തോഷത്തിനും സമാധാനത്തിനും തന്നെ കാരണമാകും. ഈ കാലഘട്ടം ധനു രാശിക്കാരായ ആളുകൾക്ക് ആഗ്രഹങ്ങൾ മുഴുവൻ പ്രാപ്തമാക്കാനായി സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നേട്ടത്തിന്റെ സമയം തന്നെയാണ്. നഷ്ടമായ പണമെല്ലാം തിരിച്ചു പിടിക്കുവാൻ ബിസിനസ് കൊണ്ട് സാധിക്കും. കടം കൊടുത്ത് തിരിച്ചു കിട്ടാത്ത പണം ഈ ഒരു സമയം തിരിച്ചു കിട്ടാൻ സാധ്യത കൂടുതലാണ്. പണം ഈ സമയത്ത് തിരിച്ചു കിട്ടും, പക്ഷേ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രമം കൂടി കണ്ണീരും കൈയും കാണിച്ച് ആരും പണം തട്ടിയെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കുബേര ജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഏപ്രിൽ മാസം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ എത്തുന്ന സമയം കൂടിയാണ് ഏപ്രിൽ മാസം. പണം പല വഴിയിൽ കയ്യിലേക്ക് വന്നു ചേരുന്നതാണ്. വരുമാനത്തിൽ വർധനവ് വരുമ്പോൾ അമിതമായി പണം ചിലവാക്കാനുള്ള ഒരു തോന്നലുണ്ടാകും. അതൊന്ന് കടിഞ്ഞാണിടുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനം രാശിയിലുള്ള ആളുകൾക്ക് ഏപ്രിൽ മാസം വളരെ ഗണ്യമായ നേട്ടങ്ങളുടെ സമയമാണ്. സാമ്പത്തിക സൂക്ഷ്മത വേണം. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പുതിയ തൊഴിലവസരങ്ങളിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വരുമാന സ്രോതസ്സുകളിലും കർമ്മമേഖലയിലും വളർച്ചയും വർധനവുമാണ് കാണുന്നത്. സംതൃപ്തിയും സമാധാനവും നിറഞ്ഞ ഒരു മാസം തന്നെയായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുതിയ ഐഡിയ മനസ്സിലുണ്ടാകുന്നതാണ്. പുതിയ ഐഡിയാസിൻ്റെ ഒരു കടന്നുവരവ് മനസ്സിലുണ്ടാകും. അത് പല രീതിയിലും നിങ്ങൾക്ക് ഉപകാരമാകും. ലാഭമുണ്ടാകും. ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ മാത്രം തുടങ്ങുന്നതാണ്. നിങ്ങൾ പങ്കാളിത്ത ബിസിനസ്സിലൊന്നും ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നല്ല ജോലി ലഭിക്കാനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രമോഷനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഉയർന്ന ശമ്പളം, വീട്, വാഹനം ഇതിനൊക്കെയായിട്ട് ഈ ഒരു സമയം പണം ചിലവാക്കും. കാരണം വീട് വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വാഹന ഭാഗ്യമൊക്കെ തെളിയുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് കാലമായി വലിച്ചുകൊണ്ടിരുന്ന കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കും. എന്ത് ചെയ്താലും അത് ശുഭകരമായി വന്നു ചേരും. ഏപ്രിൽ മാസം ആരംഭിച്ചതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ദൃശ്യമായിട്ടുണ്ടാകും. വ്യക്തിപരമായി വളരെ സംതൃപ്തി അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ്. ശുഭകരമായ കാലഘട്ടം കൂടിയെന്ന് തന്നെ 2025 ഈ ഏപ്രിൽ മാസത്തെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്.